വെൽക്കം ടു ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് ചൈനീസുകാരുടെ നാടോടി മതത്തെ പറ്റിയാണ്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ചൈനീസ് നാടോടി മതത്തിൽ ചൈനീസ് പ്രവാസികൾ ഉൾപ്പെടെയുള്ള ഹാൻ ചൈനക്കാരുടെ പരമ്പരാഗത മതപരമായ ആചാരങ്ങൾ ഉൾപ്പെടുന്നു. ഇതിൽ ആത്മാവുകൾ, പൂർവികർ, ദേവതകർക്കും അമർത്യർക്കും അർപ്പിതമായ ആരാധനയും ഉൾപ്പെടുന്നു. അവർ സ്ഥലങ്ങളുടെയോ പ്രകൃതി പ്രതിഭാസങ്ങളുടെയോ മനുഷ്യ സ്വഭാവത്തിന്റെയോ അല്ലെങ്കിൽ കുടുംബവംശങ്ങളുടെ പൂർവികരോ ആകാം. ഈ സമ്പ്രദായങ്ങൾ ബുദ്ധമതം, കൺഫ്യൂഷൻ, താവോയിസ്റ്റ് പഠിപ്പിക്കലുകളുമായി സംയോജിപ്പിച്ച് ഇന്ന് വരെ പലതരത്തിൽ നിലനിൽക്കുന്ന ഒരു ജനപ്രിയ മതവ്യവസ്ഥയ്ക്ക് രൂപം നൽകി. ചൈനയിലെ ഗവൺമെന്റ് പൊതുവെ ജനകീയ മത സംഘടനകളെ സഹിക്കുന്നു. എന്നാൽ സാമൂഹിക സ്ഥിരതയെ തകർക്കുമെന്ന് അവർ ഭയപ്പെടുന്നവരെ അടിച്ചമർത്തുകയോ പീഡിപ്പിക്കുകയോ ചെയ്തു. 1911 ക്വിങ് രാജവംശത്തിന്റെ പതനത്തിനു ശേഷം ഗവൺമെന്റുകളും ആധുനികവൽക്കരിക്കപ്പെട്ട ഉന്നതരും ഫ്യൂഡൽ അന്ധവിശ്വാസത്തെ അപലപിക്കുകയും ആധുനിക മൂല്യങ്ങളുമായി വൈരുദ്ധ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന പരമ്പരാഗത മതപരമായ ആചാരങ്ങളെ എതിർക്കുകയും ചെയ്യുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ചൈനയിലും തായ്വാനിലും ഈ മനോഭാവങ്ങൾ മാറാൻ തുടങ്ങി. പല പണ്ഡിതന്മാരും ഇപ്പോൾ നാടോടി മതത്തെ നല്ല വെളിച്ചത്തിൽ വീക്ഷിക്കുന്നു. ചൈനയിൽ പരമ്പരാഗത മതത്തിന്റെ പുനരുജ്ജീവനം പരമ്പരാഗത സംസ്കാരം സംരക്ഷിക്കുന്നതിനുള്ള ഔദ്യോഗിക താല്പര്യം പ്രയോജനപ്പെടുത്തി ചൈനീസ് മതങ്ങൾക്ക് വിവിധ സ്രോതസ്സുകൾ, പ്രാദേശിക രൂപങ്ങൾ, സ്ഥാപക പശ്ചാത്തലങ്ങൾ, ആചാരപരവും തത്വശാസ്ത്രപരവുമായ പാരമ്പര്യങ്ങൾ എന്നിവയുണ്ട്. ഈ വൈവിധ്യം ഉണ്ടായിരുന്നിട്ടും ദൈവശാസ്ത്രപരവും പ്രപഞ്ചശാസ്ത്രപരവും ധാർമ്മികവുമായ ആശയങ്ങളായി സംഗ്രഹിക്കാവുന്ന ഒരു പൊതു കാതലുമുണ്ട്. ചൈനീസ് ഭാഷയ്ക്ക് ചരിത്രപരമായി മതം എന്നതിന് ഒരു ആശയമോ സമഗ്രമായ പദമോ ഇല്ല. ഇംഗ്ലീഷിൽ ജനകീയ മതം അല്ലെങ്കിൽ നാടോടി മതം എന്ന പദങ്ങൾ പ്രാദേശിക മതജീവിതത്തെ അർത്ഥമാക്കാൻ വളരെ കാലമായി ഉപയോഗിച്ചു വരുന്നു. ചൈനീസ് അക്കാദമിക് സാഹിത്യത്തിലും പൊതുവായ ഉപയോഗത്തിലും നാടോടി മതം എന്നത് പ്രത്യേക സംഘടിത നാടോടി മതങ്ങൾ വിഭാഗങ്ങളെ സൂചിപ്പിക്കുന്നു. പുരാതന ചൈനീസ് മതപരമായ ആചാരങ്ങൾ വൈവിധ്യമാർന്നതാണ്. ഓരോ പ്രവിശ്യയിലും ഒരു ഗ്രാമത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പോലും ഇത് വ്യത്യാസപ്പെടുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.